സലാം, നമസ്കാരം. കൊറിയൻ ഡയറീസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ ഓട്ടം സീസണാണ്. അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ്. പച്ചയും മഞ്ഞയും ചുവപ്പൊക്കെ കലർന്നിട്ട് ഒരു നല്ല ഭംഗിയുള്ള കളറാണ് ചുറ്റുമുള്ളത്. ഇത് കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ ഒരു മഴ, ഇന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. നല്ല മഴയായിരുന്നു രാവിലെ. അപ്പോൾ തന്നെ പകുതിയോളം ഇലകൾ കൊഴിഞ്ഞു, കണ്ടില്ല, നിറയെ ഇല കൊഴിഞ്ഞു കിടക്കുകയാണ്. ഇനി 2 മഴ കൂടി പെയ്താൽ മരങ്ങളിലെ ഇലയെല്ലാം പൊഴിയും. അപ്പോൾ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല കാണാൻ. ശരിക്കും ഈ ഇലകൾ ചീത്തയാവുന്നതാണ്, പക്ഷേ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നും കൊഴിഞ്ഞു പോകുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് വന്നതാണ്. പൊതുവെ വീക്കെൻഡിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പാർക്കുകളിലോ അങ്ങനെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണ് ചെയ്യാറ്. നമ്മൾ സൺഡേയിൽ എവിടെയും പോയില്ലെങ്കിൽ വരുന്നതാണ് ഇവിടെ. ഇത് പാർക്കൊന്നുമല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ സൺഡേ ആരും ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ ഒരു സൈഡിൽ മൊത്തം ചെറിയ കുന്നും മരങ്ങളും പിന്നെ ഇതാ ഈ ഒരു കുളമൊക്കെയാണുള്ളത്. അപ്പുറം സൈഡിലാണ് നിറയെ ബിൽഡിങ്ങുകളുള്ളത്. ഇതിൽ നിറയെ മീൻ ഉണ്ടാവാറുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അവിടെ അതിൻ്റെ താഴെയാ കാണാൻ പറ്റും, കുറേ ഉണ്ട് ഫിഷ്. പിന്നെ ഇതായി പെസിമണ്ട മരമാണ് ഒരു രസമുള്ളത്. എല്ലാ ഇലയും കൊഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ, പക്ഷേ ആ ഫ്രൂട്ട് ഇങ്ങനെ പഴുത്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടാവും. പെസിമൻ ഫ്രൂട്ടിൻ്റെ പേരാണത് കേട്ടോ. മഴ കൂടി പെയ്തിട്ടാകുമ്പോൾ നിറയെ ചിലകളും നിറയെ മഴത്തുള്ളികളും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല രസമുണ്ട് കണ്ടോ. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, അതൊരു സുഖമുള്ള ചാറ്റൽ മഴയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളിങ്ങനെ ചുമ്മാ നടക്കുകയാണ് കണ്ടോ. ആരുമില്ല ഇവിടെ ഒന്നും. പല തരത്തിലുള്ള പെസ്മൻ ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതേ ഇതുപോലെ എന്താ ഫ്രൂട്ട് എന്നറിയില്ല, പക്ഷേ ഇതേ കുറേ കുഞ്ഞ് ചെറിയുടെ പോലത്തെയുള്ള കായകളാണ് നിറയെ, നല്ല ചുവന്ന കളറിൽ. എന്താ കായാന്നറിയാത്ത കാരണം പൊട്ടിച്ച് കഴിച്ച് നോക്കുന്നില്ല. ഞാനിതുവരെ ഇവിടെ ആരും ഇത് കഴിക്കുന്നൊന്നും കണ്ടിട്ടില്ല. ചെറിയൊരു കാട്ടിക്കൂടെ നടക്കുന്ന പ്രതീതി തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ നിറയെ മരങ്ങളും ചെറിയൊരു കുന്നുണ്ട് ആ സൈഡിലായിട്ട്, അപ്പുറത്തെ സൈഡിലായിട്ട്. നമ്മളതിൽ നടക്കാറുണ്ട്. ഇന്നിപ്പോൾ മഴയുള്ള കാരണം അതിലെ പോകുന്നില്ല. ഇനി ഇവിടെ ചെറിയൊരു ചോല പോലെ ചെറിയ ഒരു അരുവി പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ ചോലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ടാണ് ആ നേരത്തെ കണ്ടില്ലേ ഒരു കുളം, അതിൻ്റെ അകത്ത് വെള്ളം നിറയുന്നത് ഇവിടെ കൂടെ ഇങ്ങനെ ഒഴുകി പോയിട്ടാണ് കേട്ടോ. ഇത് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. ഇവിടെ പിന്നെ ഒറിജിനലായിട്ടുള്ള മലയൊക്കെ ഉള്ള കാരണം ഇനി ഒറിജിനലായിട്ട് വരുന്നതാണോ എന്നും അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നല്ല വിൻ്ററാവും. അപ്പോൾ ഇനിയൊരു പുറത്തിറങ്ങാൻ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. വിൻ്റർ ടൈമിൽ ഇലയൊന്നും ഇല്ലാതെ ഒരു വരണ്ട പ്രകൃതിയായിരിക്കും. പിന്നെ മഞ്ഞ് പെയ്യുമ്പോൾ മാത്രമാണ് കാണാനൊരു സുഖം ഉണ്ടാവുന്നത്. പാപ്പച്ചിയുടെ കൂടെ പോയില്ല? പാത്തൂസ് എൻ്റെ കൂടെ ഇങ്ങനെ ഓടിപ്പോകുന്നതാണ്. മഴയുള്ള കാരണം സാറ ബേബിനെ താഴെ ഇങ്ങനെ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ നെജോക്ക സാറാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു കുറച്ച് ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇതാണ് നെജോക്കയുടെ ഓഫീസ്. സാറ ബേബിനും പിടിച്ച് അവരുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ തംബ്നെയിലിൽ കാണിച്ച ആർട്ട് വർക്ക് തന്നെയാണ്. അപ്പോൾ അതുള്ളത് ഇവരുടെ കമ്പനിയിൽ തന്നെയാണ്. അതും കൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം. എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ആളുടെ കമ്പനിയിൽ ആകെ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ളത്. പിന്നെയുള്ള ഒരു ഇന്ത്യൻ സാന്നിധ്യമാണ് ഈ ആർട്ട് വർക്ക്. അത് ചില്ലറ ആർട്ട് വർക്കൊന്നുമല്ല, നല്ല വിലപിടിപ്പുള്ള ഫേമസ് ആയിട്ടുള്ള ആർട്ട് വർക്കാണ്. സുബോധ് ഗുപ്തയുടെ ഫേമസ് ആയിട്ടുള്ള ബീഹാറി ആർട്ടിസ്റ്റാണ് അദ്ദേഹം. വേൾഡ് ഫേമസ് ആണ്. അദ്ദേഹത്തിന് ഒരുപാട് വർക്കുകളിൽ ഒന്നാണ് ഇത്. ഈ ബനിയൻ ട്രീയുടെ പോലെ ഈ നമ്മുടെ ആൽമരില്ലേ അതുപോലെ വർക്ക് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും.
നമ്മൾ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന എല്ലാ തരം സ്റ്റീൽ പാത്രങ്ങളും ഉണ്ട്. ചെറിയ ചെറിയ മൊന്തകളുണ്ട്, അടുക്കുപാത്രങ്ങളുണ്ട്, കറിക്കോപ്പകളുണ്ട്, കയിലുകളുണ്ട്. എല്ലാം ഒരു രസത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇൻസ്റ്റലേഷൻ പോലെ ചെയ്തെടുത്തേക്കാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ കൊച്ചിയിലൊക്കെ ബിനാലെ കാരണമാണ് ഇതുപോലെയുള്ള ആർട്ട് വർക്കുകളൊക്കെ അറിയുന്നത്. എനിക്കിതിനെപ്പറ്റിയൊന്നും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. കണ്ടോ, സുബോധ് ഗുപ്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലണ്ടനിലൊക്കെ ഈ സെയിം ആർട്ട് വർക്ക് ഉണ്ട്. $1.2 മില്യൺ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ട് വർക്ക് പോകുന്നത് കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന്. അത്രയും പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ ആർട്ട് വർക്കുകൾ. ഇത് ഇവിടെ ഈ കമ്പനിയിൽ ഒരു പ്രത്യേക സ്ഥാനത്താണ്. കാരണം കുറച്ചൊരു ഹൈറ്റിലൊക്കെയാണ്, എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റാവുന്ന രീതിയിൽ ഒരു പ്രത്യേക ഹൈറ്റിലൊക്കെയാണ് വച്ചിരിക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള വർക്കാണ്. പിന്നെ നമ്മളുടെ ഒരു ഇന്ത്യക്കാരൻ്റെ വർക്ക് വേൾഡ് ഫേമസ് ആയിട്ട് അതും നമ്മുടെ കൺമുന്നിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക അഭിമാനം കൂടിയാണല്ലേ. അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ പൊതുവെ ഇതുപോലെ സ്റ്റീൽ യൂട്ടൻസിൽസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. എല്ലാത്തിനും ഒരു പ്രത്യേകതരം ഭംഗിയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നിങ്ങോട്ട് പോകുന്നത്. നമ്മുടെ ചീനിച്ചട്ടി വരെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ചീനിച്ചട്ടി ഉണ്ട്, ചെറിയ ഗ്ലാസ്സുകളുണ്ട്. കലാകാരന്മാർക്ക് എന്തിലും ഒരു കല കണ്ടെത്താൻ കഴിയുമല്ലേ. നമ്മൾ നമ്മുടെ അടുക്കളയിലിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കുമെന്ന് ആലോചിക്കുകയില്ലല്ലോ അല്ലേ. ഇത് ഈ കമ്പനിയിൽ വരുമ്പോൾ കാണുന്നൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ ഈ ആർട്ട് വർക്ക്. ഇതിങ്ങനെ ഒരു സെൻറ്റർ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇതവരുടെ ഗസ്റ്റ് ഹൗസ് പോലെയുള്ള സ്ഥലമാണ്. അണ്ടർഗ്രൗണ്ടിലേക്കാണ് കൂടുതൽ ആ ബിൽഡിംഗ് ഉള്ളത്. ഈ പുറത്തുനിന്നുള്ള ബിസിനസ് മാഗ്നറ്റ്സ് ഒക്കെ വരുമ്പോൾ താമസിപ്പിക്കാനുള്ള സ്ഥലം കൂടിയാണ്. ഇതൊരു R&D സെൻ്ററാണ്. ഇവരുടെ മെയിൻ ഫാക്ടറികളൊക്കെ ഉള്ളത് കൊറിയയുടെ തന്നെ വേറെ സ്ഥലങ്ങളിലാണ്. ഇവിടെ R&D സെൻ്റർ മാത്രമാണ് ഉള്ളത്. കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെയാണ്, ചെറിയ കുന്നും നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. ഇതേ നമ്മുടെ ആ വർക്കാണ് അവിടെ കാണുന്നത് കേട്ടോ. കുറച്ച് നല്ല ഫോട്ടോസ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഓഫീസിൻ്റെ അകത്തും കയറാൻ പറ്റാറുണ്ട്. പക്ഷേ ഇപ്പോൾ കൊറോണ കാരണം അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. സെക്യൂരിറ്റി ഒക്കെ നല്ല സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ നെജുക്കൊക്കെ ആണെങ്കിൽ അകത്തത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണ് അവിടെ. ഇതുപോലെയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലേ. എന്തൊരു രസമുള്ള കളർ കോമ്പിനേഷനാണ്. മക്കളും നെജുവൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ തിരിച്ച് നടക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഒരറ്റത്തെത്തി, അവർ മറ്റേ അറ്റത്താണ് നിൽക്കുന്നത്. എനിക്കിവിടെ കണ്ടിട്ട് ഇങ്ങനെ കുറേ നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് തോന്നുന്നത്. നമുക്ക് പക്ഷേ ഇനി പുറത്ത് കുറച്ച് കടകളിലൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും തിരിച്ചു പോകാനായി. ഞാൻ ഡ്രൈവിങ് പഠിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് എപ്പോഴും ഡ്രൈവ് ചെയ്യുക. ഇവിടെ സാറ്റർഡേയും സൺഡേയും വരും, അപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ കുറേ നേരം ഇവിടെ ചുറ്റും ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. കണ്ടോ, റോഡ് നീണ്ടിങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിലേ പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ആണ്. അപ്പോൾ അവിടെ പോയി പാർക്കിങ്ങും ചെറുതായിട്ടൊന്ന് ചെയ്ത് പഠിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും ഇവിടെ സമ്മതിക്കില്ല കേട്ടോ. കൊറോണയുടെ ഒരു ഇഷ്യൂ കാരണമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഡ്രൈവിങ് ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഡ്രൈവിങ് നന്നായി പഠിച്ചൊന്നും വിചാരിക്കേണ്ട ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുത്തിരുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്കും കാണാൻ സാധിക്കും. സർപ്രൈസ് ഉണ്ടോ? സ്റ്റേ കണക്റ്റഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.